ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം. ഒഡീഷ FC-യെ 2-നെതിരെ 3 ഗോളിനാണ് തോൽപ്പിച്ചിരിക്കുന്നത്. രുജീഷ് വി രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രുജീഷ്, വീണ്ടും വിജയം ആവർത്തിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലേ? തന്നെയാണ് ലാൽകൃഷ്ണൻ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ ഒരു വിജയം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ആരാധകർക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും കൊച്ചിയിലേക്ക് ഒരു തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനായി എത്തിയത്. പക്ഷെ ഇന്ന് സാധാരണഗതിയിൽ നമ്മൾ കൊച്ചിയിൽ കാണാറുള്ളത് വലിയ തരത്തിൽ ആരാധകരുടെ ഒരു കൂട്ടം മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഗാലറിയിൽ ഉള്ളതായിരുന്നു. പക്ഷെ ഇന്ന് മത്സരത്തിന് മുമ്പ് പോലും വലിയ തരത്തിൽ പ്രതിഷേധമാണ് ഉയർന്നത്. പക്ഷേ ആ പ്രതിഷേധങ്ങൾക്കിടെ ഒരു വിജയത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ എത്താനായി എന്നത് വലിയ ആശ്വാസം തന്നെയാണ്. അതോടൊപ്പം പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്തേക്ക് ഉയരാൻ സാധിച്ചതും വലിയ തരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ ആശ്വാസവുമായി. പക്ഷേ ഈ മത്സരം അത്രമാത്രം ആവേശത്തോടെയായിരുന്നു ഈ മത്സരം ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ 4-ാം മിനിറ്റിൽ തന്നെ ഒഡീഷയാണ് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് ഗോൾ വേട്ടയ്ക്ക് ഒരു തുടക്കമിട്ടത്. പിന്നീട് കണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ശക്തമായ തിരിച്ചുവരവാണ്. പ്രത്യേകിച്ച് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സമയവും പന്ത് കൈവശം വെച്ച് വളരെയധികം ഷോട്ടുകൾ ഉതിർത്തുകൊണ്ട് മുന്നേറിയതൊക്കെ ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. പലപ്പോഴും അത് ഗോളിലേക്ക് എത്താതെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തുടക്കത്തിൽ ആദ്യ പകുതിയിൽ കണ്ടത്. പക്ഷേ 2ാം പകുതിയിൽ കുറച്ചുകൂടി ടീമിന്റെ ഒരു ഒത്തിണക്കം കാണാനുണ്ടായിരുന്നു. 60ാം മിനിറ്റിൽ ക്വാമെ പെപ്രെ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു സമനില സമ്മാനിച്ചു. പിന്നാലെ തന്നെ 73ാം മിനിറ്റിൽ ഹെസ്യൂസ് ഹിമെനസ് അത് പരിക്കിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവ് അദ്ദേഹം ഗോൾ നേട്ടത്തോടെ തന്നെ ആഘോഷിക്കുന്നത് കണ്ടു. ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിച്ചു. വലിയ നിരാശയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോകുന്നത് തൊട്ട് പിന്നാലെ തന്നെ കണ്ടു. 80ാം മിനിറ്റിൽ തിരിച്ചൊരു വരവ് ഒഡീഷയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അവിടെയും ബ്ലാസ്റ്റേഴ്സ് മത്സരം കൈവിടുകയാണോ എന്ന് തോന്നിച്ച ഒരു ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമിൽ 95ാം മിനിറ്റിൽ നോഹ സദോയി ബ്ലാസ്റ്റേഴ്സിന് വിജയ ഗോൾ സമ്മാനിക്കണം. അത്രമാത്രം ആവേശത്തോടെ ഉള്ള ഒരു മത്സരം കൊച്ചിയിൽ ഉണ്ടായി എന്ന് തന്നെ ഏറ്റവും ബ്ലാസ്റ്റേഴ്സിന് വലിയ ആത്മവിശ്വാസം നൽകും തുടർന്നുള്ള മത്സരങ്ങളിൽ. ഇതിനിടയിൽ ഒഡീഷ താരം കാർലോസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോയത് ബ്ലാസ്റ്റേഴ്സിന് ഒരു നേട്ടവുമായി. മത്സരത്തിൽ കൂടുതൽ കാര്യമായി തന്നെ ഇടപെടാൻ ബ്ലാസ്റ്റേഴ്സിന് ഒരു അവസരവും ഒരുക്കി. ആ തരത്തിൽ എന്തായാലും ഒരു മികച്ച വിജയത്തോടെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ എന്തായാലും ആരാധകർക്ക് മുന്നിൽ സമ്മാനിക്കാനായി എന്നത് എടുത്തു പറയേണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ മഞ്ഞപ്പടയുടെ ഒരു വിഭാഗം വലിയ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റിനെതിരെ. ആ പ്രതിഷേധം തുടരുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ 8ാം സ്ഥാനത്തേക്ക് ഉയരാൻ സാധിച്ചത് നിലവിൽ വലിയ ഒരു സാധ്യത ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ഈ 3 പോയിന്റ് പിന്നിലാണ് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതയ്ക്ക് 3 പോയിന്റ് പിന്നിൽ മാത്രമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ വളരെ ആവേശത്തോട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇറങ്ങാനാകും. ലാൽ, ശരി, രുജീഷ് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.